ഇന്ന് നമ്മളൊരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കപ്പ് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്സാണ് എടുത്തിട്ടുള്ളത്, റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള കപ്സ് തന്നെ. അപ്പോൾ നിങ്ങളിനി എടുക്കുന്നത് നമ്മൾ സാധാരണ മഫിൻസൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ബേക്കിംഗ് ട്രേ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു ട്രേയിലേക്ക് കുറച്ച് കപ്സ് എടുത്ത് വെക്കുക. കപ്പ് എടുക്കുന്ന സമയത്ത് സിംഗിളായിട്ട് വെക്കാതെ 2-3 കപ്സ് ഒന്നിച്ച് വെക്കുക. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ, അതായത് ബേക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ കപ്സ് എക്സ്ട്രാ വെച്ചിട്ടുള്ള കപ്സ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാറ്ററി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ബേക്ക് ചെയ്യണം, കുറേ സമയം പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്കിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട്. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ മോര്, അപ്പോൾ അധികം പുളിയില്ലാത്ത മോരാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ മോര് എടുക്കുന്നതൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കേക്കിനൊക്കെ ഉപയോഗിക്കാൻ നല്ലത് നമ്മളെപ്പോഴും അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അതായത് ഒരു 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് എടുക്കുക, അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, വൈറ്റ് വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ പാല് പിരിഞ്ഞ് മോരായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. 1 കപ്പ് മൈദയുടെ അളവിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ കേക്കിൽ ചെയ്യുന്ന പോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അത് ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 80 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. 80 മുതൽ 100 ഗ്രാം വരെ വേണമെങ്കിൽ എടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. നമ്മൾ ബട്ടർ ആണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളത് എടുക്കണം. ഈ ബട്ടർ ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിനെ വേണം നിർബന്ധമില്ല. കയ്യിലൊരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതിയാവും. അടുത്തതായി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് 1 കപ്പ് മുതൽ ഒരു 1.25 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര പൊടി ഉണ്ടാകും. അത് ഇതിലേക്ക് ചേർത്ത് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് മൊത്തത്തിൽ ചേർക്കേണ്ട, കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്ന സമയത്ത് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ബട്ടറും നന്നായി മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു തടിത്തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി കുറച്ച് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. കളർ ചേർക്കുന്ന സമയത്ത് ഒരു 1-2 കാര്യങ്ങൾ, എപ്പോഴും നമുക്ക് കേക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ജെല്ലി ടൈപ്പ് ജെൽ കളർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി ജെൽ കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലിക്വിഡ് കളർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡ് കളർ എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ അളവ് വേണ്ടി വരും. ജെൽ ടൈപ്പ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുക്കേണ്ടടുത്ത് ലിക്വിഡ് ആവുന്ന സമയത്ത് ഒരു 1.5 ടീസ്പൂൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. കളർ എപ്പോഴും നല്ല ക്വാളിറ്റി നോക്കിയിട്ടുള്ള പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ എടുക്കുക. അതുപോലെ തന്നെ കളർ എടുക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കളറായിരിക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു കളർ ഉണ്ടാവണം, എന്നാലാണ് നമ്മളെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു കളറിൽ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദേൻ്റെ മിക്സും അതുപോലെ തന്നെ ആ ബട്ടർ മിൽക്കും കുറച്ചായി ചേർത്ത് കൊടുക്കണം. ഒന്നിച്ച് ചേർക്കരുത്. കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക, കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കേക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും വേണ്ട, കറക്റ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വൈറ്റ് വിനാഗിരി കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കേക്കിൽ ചെയ്യുന്ന ഒരു രീതി അല്ല ഇത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ബാറ്റർ പുറത്ത് വെക്കാനായിട്ട് കഴിയില്ല, പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യണം. അപ്പോൾ അത് ആദ്യമേ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ ഇത് മിക്സ് ചെയ്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേക്കിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം.
കേക്ക് ബാറ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ് കേക്കിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് എടുക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ ഒരു ബാറ്റർ നിറച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുത്തിട്ട് അങ്ങനെയാണ് കേക്ക് ബാറ്റർ ഇതിലേക്ക് എടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം കപ്പൊന്നും വൃത്തിയേടാവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിബ്ലോക്ക് ബാഗോ ഐസിങ് ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. കപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് നിറച്ചൊഴിക്കേണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതിയാവും. കാരണം ഇത് ബേക്കായി വരുന്ന സമയത്ത് കുറച്ച് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു കപ്പിൽ നിറയാനുള്ള പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബാറ്റർ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ശരിക്കും ഓരോ ഓവൻ അനുസരിച്ചും ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം വരാം. ഒരു 20 മിനിറ്റ് കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്കിൻ്റെ മിക്സിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. നമ്മൾ കേക്കിൻ്റെ മിക്സിങ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ അല്ലാണ്ടായി പോകും. അപ്പോൾ നമുക്കിതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ഓവനിൽ കറക്റ്റ് ഒരു 22 മിനിറ്റ് ആയപ്പോഴാണ് കറക്റ്റായിട്ട് ബേക്കായി വന്നത്. അപ്പോൾ ചിലപ്പോൾ ടൈമിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവാം. ഇനി നമ്മളിത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് ശരിക്കും കേക്ക് നന്നായി തണുത്ത് വന്നതിന് ശേഷമാണ്. ചൂടോടുകൂടെ ഒരിക്കലും ഫ്രോസ്റ്റിംഗ് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായി പോകും ഐസിങ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. നമ്മളിവിടെ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിന് ഇതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഐസിങ്ങോ വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഐസിങ്ങിന് വേണ്ടിയിട്ട് ചീസ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും സ്പ്രെഡബിൾ ചീസ് എടുക്കരുത്. അതുപോലെ തന്നെ ലോ ഫാറ്റിലുള്ള ക്രീം ചീസും എടുക്കരുത്. എപ്പോഴും ഫുൾ ഫാറ്റിലുള്ള ക്രീം ചീസ് തന്നെ എടുക്കുക. ഞാനിവിടെ അൽമറയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ചീസ് ആയിരിക്കണം എടുക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കരുത്. ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ത്രിബിളൊക്കെ എടുത്ത് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 80 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. 80 ഗ്രാം ചീസ് എടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 30 ഗ്രാം അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ എടുക്കുന്നുണ്ട്. ഈ ബട്ടറും ക്രീം ചീസും കൂടെ നമുക്കൊരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 6-7 കപ്പ് കേക്കാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുക. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസിങ് ഷുഗർ റെഡിയായി. അങ്ങനെ ഐസിങ് ഷുഗർ ആണ് നമ്മളെപ്പോഴും ഐസിങ്ങിനൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് ഐസിങ് നല്ല പെർഫെക്ഷനിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഐസിങ് ഷുഗർ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഐസിങ് ഷുഗറാണ് എടുക്കുന്നത്. ഒരു 3/4 മുതൽ 1 കപ്പിൻ്റെ അടുത്ത് വരെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം ചീസിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വീതം ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്ത് കുറച്ചായിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് മിക്സ് ചെയ്യേണ്ട, കുറച്ച് തന്നെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഐസിങ് ചെയ്യാനായിട്ട് ക്രീം ചീസ് ആണെങ്കിലും വിപ്പിംഗ് ക്രീം ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ക്രീം ചീസൊക്കെ ആണെങ്കിലും ഒരുപാട് ബീറ്റ് ആയി പോയാൽ ചിലപ്പോൾ ലൂസായിട്ട് ഒരു വെള്ളം പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിന് തിക്നെസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റിംഗ് നിർത്തണം. ഇപ്പം നമ്മൾ ക്രീം ചീസ് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇത് ഇനിയൊരു 20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതൊന്നങ്ങ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സമയമില്ലാന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഒന്ന് കവർ ചെയ്തിട്ട് തന്നെ വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ഞാനിവിടെ അതിനായിട്ടൊരു ഐസിങ് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ച് കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്താൽ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിലേക്ക് ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് നോസിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഐസിങ് ബാഗിലേക്ക് ഈ ഒരു നമ്മളെ ബട്ടറും മിക്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഐസിങ് ബാഗ് ഇറക്കി വെക്കുക. അതിലേക്ക് അങ്ങ് നമ്മുടെ ഈ ഒരു ക്രീം ചീസ് മിക്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഐസിങ് ബാഗിലേക്ക് നമ്മൾ ക്രീം ചീസൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടിഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിന് മുൻപ് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ കപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇതിന് രണ്ടാമത് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നമുക്ക് ചെയ്യാം.
ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിതിൽ അത്രയ്ക്കൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഇത് കാണുന്നുണ്ടാകും, അങ്ങനത്തവരൊക്കെ ക്ഷമിക്കുക. ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചുള്ള ഒരു കേക്ക് ഒരു പകുതി ഒന്ന് ജസ്റ്റ് കൈ ഉപയോഗിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിനി കേക്കിൻ്റെ മേലേക്ക് സ്പ്രിംഗ്ലിങ്സ് ഇടുന്നുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. നല്ല ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. പിന്നെ ഇതിലൊരു ഫുഡ് കളർ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഫുഡ് കളറിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാലന്റൈൻസ് ഡേക്കൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക്